കർത്താവേ, തിരുവചനം അടിയങ്ങൾക്ക് ദാനം ചെയ്യുകയും തിരുവചനത്തിൽ കൂടി പ്രപഞ്ച സത്യമായ ദൈവത്തെ കാണുവാൻ അവിടുന്ന് സഹായിച്ച നന്മകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യും. ദൈവമെന്ന അനന്തമായ സത്യത്തെ ജഡവതാരം ചെയ്ത് മനുഷ്യനായി പാർത്ത അവിടുത്തെ പുത്രനിൽ കൂടി കാണുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ പുതിയ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങളങ്ങ് സ്തോത്രം ചെയ്യും. ഈ വൈകിയ സമയത്ത് അടിയങ്ങളുടെ ചിന്തയെ അങ്ങ് രൂപാന്തരപ്പെടുത്തണം. ദൈവീകത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ഒരുപാട് തിരക്കുകളുടെ ഇടയിലും നിങ്ങളോട് ചേർന്ന് അല്പസമയം പങ്കിടുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇത് ദൈവം നമുക്ക് തരുന്ന ദൈവിക വരദാനമായി ഞാനിതിനെ മനസ്സിലാക്കുന്നു. ഒരു മാസത്തിന് മുമ്പ് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ സമൂഹം എന്തായിരിക്കണം, അവരിൽ ഉണ്ടാകേണ്ട സ്വഭാവം എന്ത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഏകദേശം ശിഷ്യന്മാരെ കുറിച്ച് 11 സ്വഭാവ വിശേഷങ്ങളെ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമായിരുന്നു അന്ന് ചിന്തയ്ക്ക് ആസ്പദമായി നാം തെരഞ്ഞെടുത്ത വേദഭാഗം. അതിന്റെ 18-ാമത്തെ ഭാഗത്ത് തിബേരിയ കടപ്പുറത്ത് വച്ച സിമൻ പത്രോസിനെ ക്രിസ്തു കണ്ടുമുട്ടുമ്പോൾ അവനും അവന്റെ സഹോദരൻ അന്ത്രയോസും കൂടി വല വീശുകയായിരുന്നു. അതായിരുന്നു ക്രിസ്തുവിനെ ആകർഷിച്ച ഒരു ഘടകം. They were casting their net. അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഞാൻ അവരുടെ 12 സ്വഭാവങ്ങൾ ഞാൻ വ്യാഖ്യാനിച്ചത്. ഇന്ന് സബദിപുത്രന്മാരുടെ സ്വഭാവങ്ങള്, ക്രിസ്തു കണ്ട ചില അട്രാക്ഷൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പ്രഭാതത്തിൽ വീണ്ടും ക്രിസ്തു മുമ്പോട്ട് നീങ്ങുമ്പോൾ അവൻ സബദിപുത്രന്മാരെ അവിടെ കാണുന്നു. ജെയിംസ് ആൻഡ് ജോൺ, സൺ ഓഫ് സബദി. ഇവരെ കാണുമ്പോൾ ആ കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്നത്, സിമോൻ പത്രോസ് വല വീശുകയാണെങ്കിൽ ഇവിടെ തൻ്റെ അപ്പനായ സബദിയോട് ചേർന്ന് വല നന്നാക്കുന്ന 2 പുത്രന്മാരെ കാണുകയും അവര് ക്രിസ്തു തൻ്റെ അപ്പോസ്റ്റലന്മാരായി സ്വീകരിക്കുകയും ചെയ്യും. അവര് വല നന്നാക്കുന്നത് ക്രിസ്തു കാണുന്നു. അതിൽ ഒരു അട്രാക്ഷൻ ഗുരുവിന്റെ ഉള്ളിൽ തോന്നുകയാണ്. അത് ഒരു ഉപരിവിപ്ലവമായ തോന്നലല്ല, മറിച്ച് വളരെ ആഴമേറിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അവര് തൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തു ആഹ്വാനം ചെയ്യും. എന്തായിരിക്കണം ക്രിസ്തു അവരിൽ നിന്ന് കണ്ട വ്യത്യസ്ത ഭാവങ്ങൾ, അല്ലെങ്കിൽ അവരിൽ കണ്ട യഥാർത്ഥ അപ്പോസ്റ്റലന്മാരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ത്? അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഈ രാത്രി ആഗ്രഹിക്കുന്നത്. ഒന്ന്, they were obedient so that they were working with their father.
രാത്രി അധ്വാനം കഴിഞ്ഞ് സൂര്യൻ ഉദയമാകുമ്പോൾ കടലിൽ നിന്ന് കടൽ തീരത്തേക്ക് വള്ളം അടുപ്പിക്കുന്ന മുക്കുവന്മാര് സ്വാഭാവികമായി ഭവനത്തിൽ ചെല്ലുക, വിശ്രമിക്കുക എന്നുള്ളത് അവരുടെ വലിയ ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് അപ്പുറമായി തൻ്റെ പിതാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുകയും തൻ്റെ പിതാവിനോടൊപ്പം വീണ്ടും പ്രവർത്തിക്കുന്ന രണ്ട് മക്കളെയാണ് ക്രിസ്തു കാണുക. മറ്റൊരു അർത്ഥത്തിൽ അതൊരു മോഡൽ ഫാമിലിയാണ്. ആ മോഡൽ ഫാമിലിയുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ദ ഒബീഡിയൻസ്. അവരിലുണ്ടായ ആ ഒരു വിനയം, അല്ലെങ്കിൽ സമർപ്പണം, അല്ലെങ്കിൽ പിതാവിൻ്റെ വാക്കിന് കീഴ്പ്പെടുന്ന ആ പ്രത്യേക രീതി ക്രിസ്തുവിനെ ആകർഷിച്ചു. അതുകൊണ്ട് ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. രണ്ടാമത്തെ വിശേഷം എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്, they were part of good and dedicated family background. വളരെ സമർപ്പണമുള്ള മാതൃകാപരമായ ഒരു കുടുംബത്തെയാണ്, ആ കുടുംബത്തിന്റെ ചിത്രമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ക്രിസ്തു കാണുമ്പോൾ അവരിൽ കൂടി മാതൃകാപരമായ ഒരു കുടുംബത്തെ അവൻ തിരിച്ചറിയും. എന്നിട്ട് അവരെ തൻ്റെ ശിഷ്യഗണങ്ങളായി ക്രിസ്തു സ്വീകരിക്കുന്നു. നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഒരു കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ക്രമമായ ജീവിതം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കുന്നു. ആ കുടുംബത്തിന്റെ പൈതൃകം ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ, വിശ്വാസ പ്രഖ്യാപനത്തിൽ ആ വ്യക്തി ആയിരിക്കുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രിസ്തു ഒരു മാതൃകാപരമായ കുടുംബത്തെ ആ പ്രഭാതത്തിൽ അവരിൽ കൂടി കാണുന്നു. അതിൽ ആകർഷനായ ക്രിസ്തു അവരോട് പറയുക, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നാം ആയിരിക്കുന്ന ദേശത്ത് ഒരു മാതൃകാ കുടുംബം ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. മൂന്നാമത്, they were tuned with the ideas of their father, അല്ലെങ്കിൽ the centralized interest for common purpose എന്നുള്ളതാണ് ആ കുടുംബത്തെ മറ്റൊരു പ്രത്യേകത. They were tuned with the ideas of their father. അപ്പന്റെ ആലോചന ചിന്തകളോട് ചേർന്ന് ചിന്തിക്കുകയും അതിന് ഒത്തവണ്ണം ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് മക്കളെയാണ് നാം അവിടെ മനസ്സിലാക്കുക. അവരെയാണ് ദൈവരാജ്യത്തിന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായി ക്രിസ്തു സ്വീകരിക്കുന്നത്. ഏതൊരു കുടുംബത്തിന്റെയും സക്സസ് എന്ന് പറയുന്നത് മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണ് ആ യാത്ര അത് വളരെ സമ്പൂർണ്ണ നന്മയുടെ യാത്രയായി മാറുന്നുള്ളൂ. അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കത്തുള്ളൂ. ആ കുടുംബങ്ങൾക്ക് മാത്രമേ സമൂഹത്തിന്റെ തിന്മയെ ജീവിതം കൊണ്ട് ചേർത്ത് നിൽക്കുവാനും അതിലൊരു ബദലുകൾ സൃഷ്ടിക്കുവാനായി സാധ്യമാക്കിയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ തൻ്റെ ശിഷ്യഗണങ്ങളായി സ്വീകരിക്കുന്നത്. They were tuned with the ideas of Father, അല്ലെങ്കിൽ they had a centralized decisions for common purpose എന്നുള്ളതായിരുന്നു. 4, they were committed to their parents.
തങ്ങളുടെ മാതാപിതാക്കളോട് കടപ്പാടും സമർപ്പണവുമുള്ളവരായിരുന്നു ആ രണ്ട് യുവാക്കൾ. ഞാൻ ഇന്നലെ DCSന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ 1-2 പേരുണ്ടായി, ഞാൻ അതിൽ പറയുകയുണ്ടായി. ഈ ആഫ്രിക്കൻ ബ്ലാക്ക് തിയോളജിയുടെ അടിസ്ഥാന ഘടകവും അവരുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, നാം കാണുന്ന ഒരു പ്രോവർട്ടിയെ കുറിച്ചല്ല, ദാരിദ്ര്യത്തെ കുറിച്ചല്ല അവര് വ്യാഖ്യാനിക്കുക, മറിച്ച് ദ ആന്ത്രോപോളജിക്കൽ പോവർട്ടി എന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനി സിസ്റ്റവും അതിന്റെ പടയോട്ടത്തിന്റെ അനന്തരഫലമായി അവർക്കുണ്ടായിരുന്ന അവരുടെ സത്ത, the very essence and the very being of their life or community life was lost. അതാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിനെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ബ്ലാക്ക് തിയോളജിയുടെ വലിയൊരു ഈത്തോസ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ അവരുടെ മാതാപിതാക്കളോട് വളരെ കമ്മിറ്റഡാണ്. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുക. കാരണം കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സഭയോട് കമ്മിറ്റഡായി ജീവിക്കാൻ പറ്റുള്ളൂ. സഭയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടെ തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധ്യമാക്കിയിരിക്കുക. ആ വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കാളിയായി തീരാൻ സാധിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. അഞ്ചാമത്, they were skilled and trained to mend the net. വല നന്നാക്കുവാനുള്ള പ്രത്യേക പരിശീലനവും അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച സ്കില്ലുള്ളവരായിരുന്നു ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങൾ. കാരണം അവർ പ്രഭാതത്തിൽ തന്റെ പിതാവിനോടൊത്ത് അവര് ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. അപ്പം അതിനകത്ത് ഒരു പ്രത്യേക ട്രെയിനിങ് അവർക്ക് ലഭിച്ചവരാണ്. മാത്രമല്ല അവർ വളരെ സ്കിൽഡ് ആണ്. they were very talented, they were very expert, they were very committed. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുക. നമ്മൾ പറയുന്ന പോലെ ആർക്കും വേണ്ടാത്ത മുക്കുമാരെ ഒന്നും ക്രിസ്തു വിളിച്ചില്ല. വളരെ ഉന്നതരായ ഒരു സമൂഹത്തെയാണ് അപ്പോസ്തലന്മാരായി അവര് ക്രിസ്തുവിൽ കണ്ടത്. മറ്റൊരു അർത്ഥത്തിൽ മനുഷ്യൻ കാണാത്ത ചില ശ്രേഷ്ഠമായ ഭാവങ്ങള് ക്രിസ്തു അവരിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മളിലും കൂടെ ഇത് തന്നെയാണ്. സമൂഹം കാണാത്ത വളരെ ശ്രേഷ്ഠമായ ചില നന്മകള് ദൈവം നമ്മളിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നാം വളരെ ആക്റ്റീവായി സജീവമായി പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, they were professionally competent. ഞാൻ പറഞ്ഞതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രത്യേകിച്ച് കൂടുതൽ ചിന്ത ഞാൻ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏഴാമത്, they were very energetic and willing to do their duties without murmuring. ഒരിക്കലും അവർ പറയുന്നില്ല, സമയം രാത്രി അധ്വാനിച്ചതാണ്, ക്ഷീണിതരാണ്, നമുക്ക് വിശ്രമിക്കണം, അപ്പന്റെ പണി നോക്കുക, നമുക്കിതൊന്നും പറ്റത്തില്ല എന്നുള്ള പെറുപെറുപ്പോടുകൂടി അല്ല അവരുടെ ശുശ്രൂഷ ചെയ്യുന്നത്. മറിച്ച് വളരെ എന്തൂസിയാസ്റ്റിക്കായി, വളരെ ഉത്സാഹത്തോടുകൂടെ അവര് പെറുപെറുപ്പില്ലാതെ അവരുടെ ജോലി ചെയ്യുന്നവരാണ് നാം ഇവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് ജോലി കിട്ടണം എന്നുള്ള ഒരു വ്യഗ്രതയുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളതാണ് പിന്നെ ചിന്ത. എങ്ങനെ 56 വയസ്സൊന്ന് എത്തുക എന്നുള്ള ഒരു വ്യഗ്രതയില്ല. കാരണം നമ്മൾ അസ്വസ്ഥരാണ് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്. പുതിയ മേഖല പഠിക്കുന്ന കാര്യത്തിൽ കുറെ കൂടെ നാം ട്രെയിൻഡായി മാറുന്നതിൽ പലപ്പോഴും നാം കമ്മിറ്റഡ് അല്ല. അതുകൊണ്ടാണ് നാം പലപ്പോഴും അസ്വസ്ഥരായി നമ്മുടെ ജോലി മേഖലകളിൽ പാർക്കുന്നത്. പക്ഷെ ഇവരതല്ലായിരുന്നു. they are very energetic and did their job without murmuring. അതാണ് ക്രിസ്തു അവരിൽ കണ്ട മറ്റൊരു പ്രത്യേകത. എട്ടാമത്, they had patience because mending the net is a risky job. അവരിൽ ഉണ്ടായിരുന്ന പേഷ്യൻസ്, ശാന്തത, അല്ലെങ്കിൽ ഒന്നിനെ ചെയ്യുവാനുള്ള ആ ഒരു മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആധുനിക സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പേഷ്യൻസ് ആണ്. ഒരിക്കലും മനുഷ്യൻ അവൻ ശാന്തതയല്ല, അവൻ പലപ്പോഴും സ്വസ്ഥനാണ്.
തന്നെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നാളുകളെക്കുറിച്ച് പലപ്പോഴും മനുഷ്യൻ വല്ലാത്ത ഉഷ്ണവാനായി ജീവിക്കുന്നു. അതുകൊണ്ട് അവനിലുണ്ടായിരുന്ന ശാന്തത നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ? ഈ 9 മണിക്കൊക്കെ ചില സമയം കൗണ്ടർ പോയിന്റ് കാണാൻ കഴിയും. സമയം പോണല്ലോ എന്ന് കറിഞ്ഞ് കാണുന്നു. ചില സമയമൊക്കെ നമുക്കൊരു വലിയ പരിഭവം തോന്നും. ഒരു വ്യക്തി പറഞ്ഞു നിർത്തുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് കേൾക്കാൻ പോലുമുള്ള ക്ഷമയില്ല. ഇതാണ് പലപ്പോഴും സമൂഹത്തിന്റെ വലിയൊരു മുഖമാണ് ആ ഇരിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികളിൽ കൂടി നാം കാണുന്നത്. ഇത് മനുഷ്യന്റെ സ്വഭാവം മൊത്തത്തിലൊരു സാമൂഹിക പ്രതിഭാസമായി മാറിയിരിക്കുന്നു. വിത്തൗട്ട് പേഷ്യൻസ്. പക്ഷെ ഇവർ വളരെ പേഷ്യൻ്റ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക? വളരെ റിസ്കി ജോബായ വല നന്നാക്കുന്ന ഒന്നിനെ ഓരോന്നും എടുത്ത് വളരെ സമയമെടുത്ത് ശാന്തമായി ശ്രദ്ധയോടുകൂടി അത് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു മനസ്സിലാക്കിയത് ഇവരാണ് ദൈവരാജ്യത്തിന് ഉചിതമായ നല്ല പണിക്കാർ, ശില്പികൾ. അവരെ തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കും. നമുക്ക് ചില സമയം പേഷ്യൻസ് ഉണ്ടാകണം. മാത്രമല്ല റിസ്കി ജോബ്സ്, വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള, അത് എൻജോയ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. 9, they were efficient in crisis management. അവർ ആ ക്രൈസിസ് മാനേജ്മെന്റിൽ വളരെ വളരെ അവർ എഫിഷ്യന്റ് ആണ്. നമുക്കറിയാമല്ലോ, ഈ വല ഒന്നോട് മാറിക്കഴിഞ്ഞാൽ അതൊരു ഊരാക്കുടുക്ക. ഈ ഊരാക്കുടുക്കായ വലയുടെ ഓരോ കെട്ടും വളരെ ശാന്തമായി നോക്കി അതിനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് അത്ര ഒരു ഈസി ജോബ് അല്ല. വെരി വെരി റിസ്കി ജോബാണ്. എന്നാൽ അതിൻ്റെ ഊരാക്കുടുക്കിൽ നിന്ന് ഓരോന്നും എടുത്തു മാറ്റി അത് യഥാസ്ഥാനപ്പെടുത്തുന്നതെന്ന് പറയുന്ന ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ? ഇന്ന് നമുക്ക് MBA-കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചൊക്കെ അവർക്കറിയാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് അവർക്കറിയാം, ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് അവർക്കറിയാം. അവര് മുമ്പിലെ കുറെ ടോയ് നൂലെടുത്തിട്ട് അതിനെ ഒന്ന് സഫിൾ ചെയ്തിട്ട് അവർ മേശപ്പുറത്തിടുക, ഒരു ഇന്റർവ്യൂന്ന് കൂട്ടുക, അതിനെ ഒന്ന് എടുത്ത് നേരെയാക്കാനായിട്ട് ഒരു സമയം കൊടുത്താൽ എത്ര പേർക്ക് ശാന്തതയുണ്ട്, പേഷ്യൻസ് ഉണ്ട്, കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ അവര് നല്ലൊരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ വ്യക്തികളാണ്. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ വിളിക്കുക. കാരണം ഈ ഒരു ശുശ്രൂഷയും ഇഹലോക ജീവിതം അത്ര സുഖമുള്ള പരിപാടി ഒന്നല്ല. വെരി റിസ്കി ജോബ്, എ റിസ്കി ജേർണി, എ റിസ്കി പിൽഗ്രിമേജ്. അതിനകത്ത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ടാകണം. ഫാമിലിയിലും ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ട്. മക്കളെ ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ളത് പാർട്ട് ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ്. ഭാര്യ ഭർത്താവും തമ്മിൽ ഒന്ന് പൊരുത്തപ്പെടുക എന്നുള്ളത് ഇസ് പാർട്ട് ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ്. കിട്ടുന്ന സമ്പത്ത് എന്തായിത്തീരണം, എങ്ങനെ ഉപയോഗിക്കണം, നാളുകളിൽ എന്തായിരിക്കണമെന്ന് ചിന്തിക്കുന്നതിന്റെ പാർട്ട് ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ്. അത് എക്സ്പെർട്ട് ആയിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ജീവിതത്തിന്റെ വെല്ലുവിളിയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമായി തീരും. 10 ഞാൻ പറയാം. They were not the people of excuse. ജീവിതത്തിൽ ഒരിക്കലും ഒഴിവ് പറയുന്ന വ്യക്തികളല്ലായിരുന്നു ഈ പറയുന്ന സബരിപുത്രന്മാര്. They were not the people of excuse, not the people of excuse. നമുക്കൊരുപാട് നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ള ആ ഡിക്ഷണറിക്കകത്ത് ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് സോറി ആർ നോ എന്ന് പറയുന്ന എസ്കേപ്പിസത്തിന്റെ മെറ്റഫോഴ്സായ ചില പദപ്രയോഗങ്ങളാണ്. അവര് പിതാവിനോട് പ്രഭാതത്തിൽ എക്സ്ക്യൂസ് പറയുന്നില്ല, ബട്ട് they were willing to do their duty, do their responsibilities. അതാണ് അവരിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുക. നാം ഒരിക്കലും നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തോ നമുക്കുണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങളിലോ ഒരിക്കലും എക്സ്ക്യൂസ് പറയാനോ പുറകോട്ട് നമുക്ക് നടക്കാനോ പാടില്ല. മുമ്പോട്ട് പോകണം. അതിന് ആർജവും നമുക്കുണ്ടാകണം, അതിനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. അപ്പോൾ ദൈവം നമ്മെ വഴി നടത്തുവാൻ മതിയാവനാണ്. 11, 12 പറഞ്ഞു നിർത്താം. They were very vigilant and sharp മൈൻഡ്. അവർ വളരെ വിജിലന്റ് ആയിരുന്നു പ്രഭാതത്തിൽ. അതുകൊണ്ടാണ് അവരെ വലയിൽ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരു വലയുടെ ഉള്ളിൽ അതിനെ കെട്ടേണ്ട സമയത്ത് കെട്ടാൻ വിട്ടുപോയി എങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവർ അധ്വാനമെല്ലാം പാഴായിപ്പോവും. മീന് പിടിക്കുമ്പോൾ അതിൽ കൂടി ചാടിപ്പോവും. അതുകൊണ്ട് ഒരു കണ്ണി പോലും വലുതാകാൻ പാടില്ല എന്നുള്ള കൃത്യനിഷ്ഠമായിട്ട് വളരെ വിജിലന്റ് ആയിട്ടാണ് അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നത്.
സോ ദേ വെർ വെരി വിജിലൻറ്റ് ആൻഡ് ഷാർപ്പ് മൈൻഡ്. വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ള ഒരു സമൂഹമായിരുന്നു ശിഷ്യന്മാർ. അവർ മൈൻഡ് വളരെ ഷാർപ്പാണ്. ഈ മൈൻഡ് ഷാർപ്പാണെങ്കിൽ നമുക്കൊരു ബ്രെയിൻ എക്സസൈസ് ഉണ്ടാകണം. പലപ്പോഴും നാം അല്ല നമ്മുടെ ബ്രെയിനിന് കമാൻഡ് കൊടുക്കുന്നത്. ബ്രെയിൻ കമാൻഡ് കൊടുക്കുന്ന പോലെ നാം പ്രവർത്തിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പരാജയം. സോ യു ജസ്റ്റ് ട്രൈ ടു ലേൺ ഹൗ ടു കൺട്രോൾ യുവർ തിങ്കിങ് പ്രോസസ് ആൻഡ് ഹൗ ടു ഗിവ് എ കമാൻഡ് ടു ബ്രെയിൻ എന്നുള്ള ഒരു പുതിയ ബ്രെയിൻ എക്സസൈസ്, ബ്രെയിൻ ട്രെയിനിങ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന് ആവശ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. 12 സമയം പോലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. They had an analytic sense and enjoyed by doing their duties. അവർക്കൊരു അനലിറ്റിക് മൈൻഡ് ഉണ്ടായിരുന്നു. വിശകലനം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഉത്തരവാദം നിർവഹിക്കുന്നതിൽ കൂടി അവർ ഒരു ആനന്ദം കണ്ടിരുന്നു. In short, they were totally satisfied. അവർക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം they had an analytic mind and enjoy by doing their duties or responsibilities. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ ആ പ്രഭാതത്തിൽ തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. അപ്പൊ ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുന്ന നാം ഓരോരുത്തരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 11 പറഞ്ഞു, ഈ പ്രാവശ്യം 12 അപ്പോസ്തലന്മാരോട് 12 പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക. 4 വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ, അതിൽ ആദർശനായ ക്രിസ്തു അതിനുവേണ്ടി അവരെ സ്വാഗതം ചെയ്ത് തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പൊ ഇന്നെങ്കിലും ചിന്തിക്കുക, ഒരിക്കലും ആർക്കും വേണ്ടാത്ത മണ്ടന്മാരായ, വിദ്യാഭ്യാസമില്ലാത്ത, കഴിവില്ലാത്ത വ്യക്തികളെ അല്ല ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ദൈവം വിളിക്കുന്ന സമൂഹത്തിൽ ബഹുമിടുക്കന്മാരെയാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ ആ മിടുക്കന്മാരിൽ നാം കാണുന്ന മിടുക്ക് എന്ത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നാം കാണാത്ത ചില നന്മകള്, ചില ഉന്നത ഭാവങ്ങള്, ചില കഴിവുകള്, ചില സാധ്യതകള് ദൈവം കാണുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ദൈവം ഒരു വ്യക്തിയെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഭൂമിയിൽ ദൈവിക ശുശ്രൂഷമാരെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ പട്ടക്കാരനാണെങ്കിൽ നിങ്ങൾ അൽമായരാണ്. നിങ്ങളൊരു ലേ മിനിസ്ട്രി ഉണ്ട്. ഐ ഹാവ് മൈ ഓൺ മിനിസ്ട്രി ദാറ്റ് മേ ബി ദി സാക്രമെന്റ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സാക്രമെന്റ്സ്. നിങ്ങളിൽ ഉണ്ടാകുന്ന ഡ്യൂട്ടീസ്, ഉത്തരവാദം വളരെ വലുതാണ്. അപ്പൊ നിങ്ങളിൽ ഒരുപാട് കഴിവുകളും നന്മകളും ദൈവം കാണും. ആ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നാമും ഇത്തരത്തിലുള്ള സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ടാകട്ടെ. ആമേൻ.